അല്ലല്ല, ഞാൻ കോൺഗ്രസ് ചേരില്ല, പറഞ്ഞല്ലോ കോൺഗ്രസ് ചേരില്ല എന്ന് ഞാൻ അവരോട് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞു. ഞാൻ കോൺഗ്രസ് ചേരില്ല, ഒരു പാർട്ടിയിൽ ചേരാൻ ഉദ്ദേശിക്കുന്നില്ല. പങ്കെടുക്കാനാണ് ആലോചിക്കുന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ക്ഷണിച്ചിരുന്നു, രമേശ് ചെന്നിത്തല സാർ ക്ഷണിച്ചിരുന്നു, ഉന്നത നേതാക്കൾ ക്ഷണിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും ആ യാത്രയിൽ ഞാൻ പങ്കെടുക്കും. പാലക്കാട് വെച്ച് യാത്രയിൽ ഞാൻ പങ്കെടുക്കും. പാലക്കാട് വെച്ച് ആ ജാഥയിൽ വി ഡി സതീശൻ നയിക്കുന്ന ജാഥയിൽ ഞാൻ പങ്കെടുക്കും. താങ്കൾക്ക് അത്ര UDFന്റെ ആശയങ്ങളോട് ഒത്തുപോകാൻ പറ്റുമോ? അല്ല, ഞാൻ എൻ്റെ സ്വതന്ത്ര നിലപാട് ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്ന ആളാണ്. കാരണം ഇടതുപക്ഷ മനസ്സ് കേരളത്തിലുണ്ടാവണം, ഇടതുപക്ഷം ശോഷിക്കാൻ പാടില്ല, ഇടതുപക്ഷത്തിന് മൂല്യച്യുതി സംഭവിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. ആ മൂല്യച്യുതിക്ക് സംഭവിച്ചാൽ പാർട്ടി ഉണ്ടാവും, ജനങ്ങളുണ്ടാവില്ല. സ്വാഭാവികമായിട്ടും ആ പാർട്ടിക്ക് മൂല്യച്യുതി സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ല. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോൽവിക്ക് ശേഷം പാർട്ടി സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയ കാര്യമാണ് ഞാൻ പറയുന്നത്. പാർട്ടിക്ക് ഒരുപാട് മൂല്യശോഷണം സംഭവിച്ചിട്ടുണ്ട്, പാർട്ടി സഖാക്കൾക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, തിരുത്തൽ പ്രക്രിയ നടക്കണം എന്ന് പറഞ്ഞ ഞാനല്ല, പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലെ രേഖ തന്നെ പറയുന്നുണ്ട്. ഇനിയും കാത്തിരുന്നിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇനി ഇത്തരത്തിലൊരു നീക്കം? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത്രത്തോളം ഒരു ഇൻസൾട്ട് അനുഭവിക്കാൻ തക്ക തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. 13 കൊല്ലമായിട്ട് ഞാൻ നിരവധി തവണ ഞാൻ നിങ്ങളോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. FB പേജിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. 3 തവണ സംസ്ഥാന കമ്മിറ്റിക്കും 1 തവണ ജില്ലാ കമ്മിറ്റിക്കും ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്തിന് മറുപടി പോലും തന്നിട്ടില്ല. നേതാക്കൾക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് ഞാൻ മനസ്സിലായിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് എന്നെ പുറത്ത് നിർത്തിയിരിക്കുന്നുള്ളത് എനിക്ക് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ്. അല്ലല്ല, ഞാൻ കോൺഗ്രസ് ചേരില്ല, പറഞ്ഞല്ലോ കോൺഗ്രസ് ചേരില്ല എന്ന് ഞാൻ അവരോട് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞു. ഞാൻ കോൺഗ്രസ് ചേരില്ല, ഒരു പാർട്ടിയിൽ ചേരാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്നലെ MV ഗോവിന്ദൻ പറഞ്ഞത് ചേർത്ത് നിർത്താൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസുമായി സഹകരിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ചേർത്ത് നിർത്താൻ ഞാൻ എല്ലാ കാര്യം നിങ്ങളോട് സംസാരിക്കുന്ന ആളാണ്, വ്യക്തിപരമായിട്ടും അല്ലാതെയും. എന്ത് ചേർത്ത് നിർത്താൻ ശ്രമിച്ചതാണ് പറയുന്നത്? കഴിഞ്ഞ ഒരു 3 ആഴ്ച മുമ്പ് ഇവിടുത്തെ ബ്രാഞ്ച് യോഗം കൂടിയിട്ട് എന്നെ ഗ്രൂപ്പിലെടുക്കാൻ ആലോചിച്ചു സഖാക്കൾ. സുരേഷ് ഏട്ടൻ ഗ്രൂപ്പിൽ വരണം, എന്നിട്ട് പാർട്ടി അംഗമാവണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ കമ്മിറ്റിയിൽ നിന്ന് പങ്കെടുത്ത സഖാവ് പറഞ്ഞത് സംസ്ഥാന കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത്. എൻ്റെ സംഘടനാ വിദ്യാഭ്യാസം അനുസരിച്ച് ഒരു പാർട്ടി ഗ്രൂപ്പിൽ ഒരാളെ എടുക്കാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കേണ്ട കാര്യമില്ല. ഗ്രൂപ്പ് എന്ന് പറയുന്നത് പാർട്ടിയുടെ അടിസ്ഥാനമായിട്ടുള്ളൊരു മെമ്പർഷിപ്പിൻ്റെ തുടക്കമാണ്, ഘട്ടമാണ്. അത് കഴിഞ്ഞാൽ CM ആവുന്നു, കാൻഡിഡേറ്റ് മെമ്പർ ആവുന്നു. അത് കഴിഞ്ഞാൽ PM ആവുന്നു, പാർട്ടി മെമ്പർ. ഇതാണ് പാർട്ടിയുടെ സംഘടന അറിയുന്നവർക്ക് മനസ്സിലാവുന്ന കാര്യം. ഞാനും അതാണ് പഠിച്ചത്. ഞാൻ എൻ്റെ ജനിച്ച കാലം മുതൽ ഞാൻ പാർട്ടി കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് എനിക്ക് പാർട്ടി സംഘടന അറിയാം, പാർട്ടി വിദ്യാഭ്യാസമുള്ള ആളാണ്. അതുകൊണ്ട് ഗ്രൂപ്പിലെടുക്കാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കണമെന്ന് പറഞ്ഞാൽ വിഡ്ഢിത്തരം പറഞ്ഞു പോയ ആളാണ്. അത് കഴിഞ്ഞ് പ്രതിഷേധിച്ച് ആ കമ്മിറ്റിയിൽ നിന്ന് ആളുകൾ ഇറങ്ങിപ്പോയി, എൻ്റെ വീട്ടിലേക്ക് വന്നു. അവരെന്നോട് പറഞ്ഞത് സുരേഷ് ഏട്ടാ, ഞങ്ങൾ ഈ പാർട്ടി പ്രവർത്തിക്കുന്നില്ല. ഞാൻ അവരോട് പറഞ്ഞത് നിങ്ങൾ എനിക്ക് വേണ്ടി വാദിക്കേണ്ട, ഇനി ഞാൻ ഈ പാർട്ടി സംവിധാനത്തിലേക്ക് നിങ്ങൾ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടണ്ട, എനിക്ക് വേണ്ടി നിങ്ങൾ പഴി കേൾക്കേണ്ട എന്ന് ഞാൻ അവരോട് പറഞ്ഞാണ്. നടന്ന സംഭവം അന്വേഷിച്ച് നോക്കൂ. ഇപ്പോൾ സ്വതന്ത്രനായി നിൽക്കുന്നു എന്ന് പറയുമ്പോഴേ ഈ CPM വിമതരെ ഒക്കെ കൂടി ചേർന്നുള്ള ഒരു ഗ്രൂപ്പായി നിങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ അങ്ങനെയാണോ പദ്ധതി? ഇല്ല, അവരെന്നെ വിളിച്ചിരുന്നു. ഞാനുമായിട്ട് നല്ല സമ്പർക്കം ഉള്ള ആളുകളാണ്. എന്നെ വിളിച്ചിരുന്നു. ആ കൺവെൻഷൻ ആലോചിക്കുന്നു എന്നോട് പറഞ്ഞു. ഞാൻ പങ്കെടുക്കില്ല എന്ന് അവരോട് അറിയിച്ചിട്ടുണ്ട്. പങ്കെടുക്കില്ല. ഇപ്പം കോൺഗ്രസ് ചേരില്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ UDF സ്വതന്ത്രനാകാൻ പ്രയാസം ഇല്ലാത്തൊരവസ്ഥയുണ്ടോ? ഇപ്പോൾ അവർ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. തീരുമാനിക്കേണ്ടവരാണ്, നമുക്ക് പ്രശ്നമില്ല. ഞാൻ എന്നോട് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞതാണ്, ഞാൻ അവരോട് പറഞ്ഞാണ് ഞാൻ കോൺഗ്രസ് ചെയ്തില്ല, അത് വേണ്ട, സുരേഷിന് എന്താണോ താല്പര്യം അതനുസരിച്ച് ഞങ്ങൾ സംവിധാനം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു. ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ സംസാരിച്ചത് ഉന്നത നേതാക്കൾ തന്നെയാണ്. പേര് ഞാനിപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. പ്രയാസമില്ല പറയാം. അല്ല, ഈ അവസാനം ഒരു സെക്കൻഡ്, അവസാനം 100 തവണ അപ്പീൽ കൊടുത്താലും അയാളെ തിരിച്ചെടുക്കില്ല എന്ന വാചകം അദ്ദേഹം പറഞ്ഞതോടുകൂടി എനിക്കൊരു സ്പേസ് ഇല്ല. ഇനി ഞാൻ വഴിയാധാരമായി, ഞാൻ മഴയത്തും വെയിലത്തും നിൽക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഇനി മരിക്കണം. ഇപ്പോൾ സുരേഷ് കോൺഗ്രസിൽ ചേരുന്നില്ല, UDFന്റെ ഭാഗമായി നിൽക്കുന്നു. ഒരുപക്ഷെ മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അങ്ങനെ സ്ഥാനാർത്ഥിയായാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന തലത്തിൽ വലിയൊരു പ്രചരണം നടത്താൻ കഴിയും. പക്ഷെ അത് കഴിഞ്ഞാൽ കോൺഗ്രസിൽ ചേരാത്ത സുരേഷിന്റെ ഭാവി എന്തായിരിക്കും, രാഷ്ട്രീയ ഭാവി? ഞാൻ അതിനെക്കുറിച്ച് ഉത്കണ്ഠാകുലനാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യം എന്നോട് സ്നേഹം കൊണ്ടാണ് ഗോകുൽ ചോദിച്ചത്, എനിക്ക് മനസ്സിലായി. ഞാൻ അതിനെക്കുറിച്ച് ഉത്കണ്ഠയുള്ള ആളാണ്. പക്ഷേ അതൊരു പോരാട്ടമാണ്, ജയം തോൽവി ഒരു വിഷയമല്ല. ഈ പോരാട്ടത്തിൽ എൻ്റെ രാഷ്ട്രീയം ഞാൻ പറയുക എന്നുള്ളത് വേറെ സ്പേസ് എനിക്കില്ല. തെരഞ്ഞെടുപ്പ് എന്നത് രാഷ്ട്രീയം പറയാനുള്ള ഒരു വേദിയാണ്. ആ വേദിയിൽ രാഷ്ട്രീയം പറയാൻ വേണ്ടിയാണ് ഞാൻ അവിടെ നിൽക്കുകയാണെങ്കിൽ അത് എൻ്റെ ഭാവിയെ സംബന്ധിച്ച് എനിക്ക് ഉത്കണ്ഠയുണ്ട്. സ്വാഭാവികമാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യം സ്വാഭാവികമാണ്. എൻ്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് ഉത്കണ്ഠയുണ്ട്. തർക്കമില്ല. നാളെ നമ്മൾ കാണുമല്ലോ.